നമസ്കാരം പ്രിയ സൗഹൃദങ്ങളെ. ഞാനും ഹരിമാഷും ഇപ്പോൾ നിൽക്കുന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കേരള ചരിത്രത്തിൽ. വലിയ മാഷേ, തീർച്ചയായിട്ടും കേരളീയമായ എല്ലാതരം സാംസ്കാരിക നവോത്ഥാന ശ്രമങ്ങളുടെയും വിത്തുപാകിയ നമ്മുടെ ആരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണാണ് അരുവിപ്പുറം. ചേച്ചി നമസ്കാരം. ഇത് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ ഈ ഒരു നെല്ലിക്കയും മാങ്ങയും ഒക്കെ തുടങ്ങിയിട്ട് കച്ചവടം? 18 വർഷം അല്ലേ? നെല്ലിക്കയും മാങ്ങയുമാണ് അല്ലേ? ഇതിങ്ങനെ കവറിലാക്കി കൊടുക്കും. വരുന്ന യാത്രക്കാർക്കാണ് കൊടുക്കുന്നത്. അത് ശരി. ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ഇവിടെ. അതെ 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 അതെ. നേരത്തേക്ക് നല്ല തിരക്കായിരുന്നിരിക്കുന്നു, ഇപ്പോൾ വളരെ കുറച്ചാണ്. എങ്ങനെ ഇതിന്റെ ഒരു തയ്യാറാക്കൽ എങ്ങനെ? ഈ നെല്ലിക്കയും മാങ്ങയും ഒക്കെ നന്നായിട്ട് പച്ച സാധനം ചെന്ന് നെയ്യാറ്റിൻകര മലക്കറിക്കടയിന് വാങ്ങിക്കൊണ്ടുവന്ന് അത് നെല്ലിക്ക ആദ്യം പച്ചവെള്ളം നിർത്തി കഴുകിയിട്ട് വെള്ളം തിളപ്പിക്കും. നല്ല വെള്ളം, പച്ചവെള്ളം തിളപ്പിച്ച് ഈ കഴുകുന്ന നെല്ലിക്ക വാരി ആ വെള്ളത്തിലിടും. ഇട്ടിട്ട് ഉപ്പും മുളകും വെളുത്തുള്ളിയെല്ലാം ചതച്ചതിലിടും. ഇട്ടിട്ട് അടച്ചിട്ടയ്ക്കും. തിളച്ച വെള്ളത്തിൽ കിടന്ന് വാടും. 3ന്റെ അന്ന് കുപ്പിയിൽ പാകപ്പെടുത്തും. അരി വെച്ചാൽ കൊണ്ടുവരുന്നത്. മാങ്ങ അരിഞ്ഞ് കഴുകി വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കും. ആ തണുത്ത വെള്ളത്തിൽ മാങ്ങ കഴുകിയതായിട്ട് കായവും ഉപ്പും മുളകും കൂടെ ഇട്ട് കവറിൽ പാകപ്പെടുത്തി എടുക്കും. ഏറ്റവും കൂടുതൽ മാങ്ങയാണോ നെല്ലിക്കയാണോ ചിലവാകുന്നത്? രണ്ടും ചിലവാകും. സഹായിക്കാനൊക്കെ അടുത്തുള്ള ആരെങ്കിലും? വീട്ടിലാരൊക്കെ ഉള്ളത്? അടുത്തുള്ളവരാരുമില്ല. വീട്ടിലാരൊക്കെയുണ്ട്? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ വേറെ ജോലിക്കൊക്കെ പോകാറുണ്ടോ? ചേട്ടൻ പച്ച സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ചേട്ടൻ വേറെ പണിക്ക് പാകപ്പെടുത്തുന്നതല്ല ഞാൻ. കാരണം ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ളതുകൊണ്ട് ചേച്ചി തയ്യാറാക്കിയാലേ ശരിയാവും അല്ലേ? എങ്ങനെ ഈ എല്ലാ മാങ്ങയും ഇങ്ങനെ ചെയ്യാറുണ്ടോ, അതോ ഏതെങ്കിലും പ്രത്യേക വരുന്നത്? കിഴക്കൻ മാങ്ങ രുചി കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെ മാങ്ങ നല്ല രസമായിരിക്കും. നാടൻ മാങ്ങ എല്ലാ സമയത്തും കിട്ടുമോ? എല്ലാ പ്രാവശ്യവും കിട്ടൂല. ഇപ്പൊ ഉണ്ട്, അതാണ് ഈ മാങ്ങ. അപ്പൊ അല്ലാത്ത സന്ദർഭങ്ങൾ എന്ത് ചെയ്യും? മാങ്ങ ഇല്ലെങ്കിൽ ഉണ്ടാക്കൂല. നല്ല മാങ്ങ കിട്ടിയില്ലെങ്കിൽ ചെയ്യും, ശരിയാക്കും. പക്ഷെ നെല്ലിക്ക എല്ലാ സമയത്തും കിട്ടും. ഇവിടെ ആദ്യമാണോ വരുന്നത്? എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? ശരി. ഈ മാങ്ങയും നെല്ലിക്കയും കൊള്ളാമെങ്കിൽ വീണ്ടും ഇനി ഇവിടെ വരുമ്പോൾ വാങ്ങിക്കുമോ, മറന്നു പോകുമോ? തൽക്കാലം ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുന്നു. മറ്റൊരു ഇടത്തേക്ക് പുതിയ വിശേഷങ്ങളുമായി, പുതിയ നെല്ലിക്കയുടെയും പുതിയ മാങ്ങകളുടെയും എരിവും പുളിവുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കാൻ.